ഹലോ എവ്രി വൺ. ആൻജിയോൺ ലേണിംഗിന്റെ GK ബാച്ച് 1.0 എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ SSC NTPC പ്രിപ്പറേഷൻ ഒക്കെ വളരെ സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാച്ച് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ജനറൽ അവയർനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ GKയിലെ എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഒരു ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ജസ്റ്റ് ടോപ്പിക്സ് മാത്രമല്ല ഡിസ്കസ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇന്ന് നമ്മൾ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എക്സാംസിന് സ്റ്റാർട്ടിങ് ഫ്രം UPSC, അതായത് UPSCയിലാണല്ലോ കുറച്ചുകൂടെ ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ UPSC മുതൽ എല്ലാ എക്സാംസിലും, ഇപ്പൊ CAPF ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, അല്ലെങ്കിൽ NTPC ആയിക്കോട്ടെ, എല്ലാ എക്സാംസിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എലോങ് വിത്ത് ഇറ്റ് ആൻസേഴ്സ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ആ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മോഡേൺ ഹിസ്റ്ററി ആണ്. മോഡേൺ ഹിസ്റ്ററി ആണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന സബ്ജക്ട് എന്ന് പറയുന്നത്. അതിൽ അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കോട് കൂടിയിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു ഫ്രീ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. സോ നമുക്കറിയാം യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നതിനെ കുറിച്ചിട്ടില്ല. യൂറോപ്യൻസ് ഇന്ത്യയിൽ വന്നു, ഒരുപാട് യൂറോപ്യൻ പവേഴ്സ് ഇന്ത്യയിലേക്ക് വന്നു. പക്ഷെ അതിനുശേഷം അൾട്ടിമേറ്റ്ലി ഇവിടെ ഒരു എംപയർ ബിൽഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരു കോളനി ബിൽഡ് ചെയ്തൊക്കെ ആരാണ്? ബ്രിട്ടീഷ് പവർ ആണെന്നുള്ളത് നമുക്കറിയാം. ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ പവർ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണ് കേട്ടോ. പോർച്ചുഗീസ് ആളുകളാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. 1498 വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു പോർച്ചുഗീസ് എന്ന് പറയുന്നത്. അദ്ദേഹം എത്തിയത് കാലിക്കറ്റ് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അബ്ദുൾ മജീദ് എന്ന് പറയുന്ന ഒരു ഗുജറാത്തി പൈലറ്റിന്റെ കൂടെയാണ് എത്തിയത് കേട്ടോ. അബ്ദുൾ മജീദ് 1498. അപ്പൊ ആ സമയത്ത് കാലിക്കറ്റ് ഭരിച്ചിരുന്ന സമറിൻ അദ്ദേഹത്തിന് ഒരു വാം വെൽക്കം ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും അതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് സ്പൈസ് ട്രേഡ് ഒക്കെ നടത്തുകയൊക്കെയാണ് ചെയ്തത്. പിന്നെ വാസ്കോഡ ഗാമ വന്നതിന് ശേഷം ഒരുപാട് യൂറോപ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് പോർച്ചുഗീസ് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ 1505 ഫസ്റ്റ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡ എത്തുവാണ്. ഫ്രാൻസിസ്കോ ഡി അൽമേഡ അദ്ദേഹം ബ്ലൂ വാട്ടർ പോളിസി അല്ലെങ്കിൽ കാർട്ടേസ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോളിസി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ഓഷ്യനിൽ പോർച്ചുഗീസിനെ മാസ്റ്റർ ആക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ബ്ലൂ വാട്ടർ പോളിസിയിൽ അദ്ദേഹം കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഇന്ത്യൻ ഓഷ്യനിൽ കൂടെ കടന്നു പോകാനായിട്ട് വേറെ ഏതെങ്കിലും കൺട്രികളുടെ ഷിപ്സുകൾക്കൊക്കെ ആക്സസിബിലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ അവർക്ക് പോർച്ചുഗീസ് ആളുകളുടെ കയ്യിൽ നിന്ന് ഒരു പെർമിഷൻ വേണം എന്നുള്ളൊരു സിസ്റ്റം കൂടി അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അത് മാത്രമല്ല, അദ്ദേഹം ഗോവയ്ക്ക് അടുത്തുള്ള അഞ്ചദിവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോർട്ടും ബിൽഡ് ചെയ്തിരുന്നു, അഞ്ചദിവ ഫോർട്ട്. ഓക്കെ, അതിനുശേഷം 1509 അൽഫോൺസോ ഡി അൽബുക്കറക്ക് ഇന്ത്യയിൽ എത്തുവാണ് കേട്ടോ. അൽഫോൺസോ ഡി അൽബുക്കറക്ക്. സോ അൽഫോൺസോ ഡി അൽബുക്കറക്ക് ആണ് റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ. ആരാണ് റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് പവർ ഇൻ ഇന്ത്യ? ആരങ്ങനെ അറിയപ്പെടുന്നത്? അൽബുക്കറക്ക്. അദ്ദേഹം ബിജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് ഗോവ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിജാപൂർ സുൽത്താന്റെ കയ്യിൽ നിന്ന് ഗോവ ക്യാപ്ചർ ചെയ്തു 1510. അത് മാത്രമല്ല, അദ്ദേഹം സതി അബോളിഷ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു ആള് കൂടി ഒരു വൈസ്രോയി ആയിട്ട് വരുന്നുണ്ട്, നിനോ ഡാ കുൻഹ. നിനോ ഡാ കുൻഹ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോർച്ചുഗീസ് ക്യാപിറ്റല് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക്. അങ്ങനെ പോർച്ചുഗീസുകാർ വന്നു. അതിനുശേഷം ഇന്ത്യയിലേക്ക് എത്തുന്ന അടുത്തൊരു യൂറോപ്യൻ പവർ ആണ് ഡച്ചുകാര്. ഡച്ചുകാര് മീൻസ് അവര് നെതർലൻഡ്സിൽ നിന്നാണ് വരുന്നത് കേട്ടോ. നെതർലൻഡ്സിൽ നിന്ന് അവര് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്ത് മസൂലി പട്ടണത്തിലാണ് 1605. മസൂലി പട്ടണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ്. പോർച്ചുഗീസിന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈസ്റ്റേൺ കോസ്റ്റിലും വെസ്റ്റേൺ കോസ്റ്റിലും ഒക്കെ അവർക്ക് സെറ്റിൽമെന്റ് ഉണ്ടായിരുന്നു പോർച്ചുഗീസിന്. വെസ്റ്റേൺ കോസ്റ്റിലാണെങ്കിൽ കാലിക്കറ്റ്, കൊച്ചിൻ, കണ്ണൂർ, മാംഗ്ലൂർ ഇവിടെയൊക്കെ അവർക്ക് പ്രസൻസ് ഉണ്ടായിരുന്നു. ഈസ്റ്റേൺ കോസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെന്റ് തോം അല്ലെങ്കിൽ അത്രയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അവർക്ക് പ്രസൻസ് ഉണ്ടായിരുന്നു.
സോ ഡച്ച് പ്രസൻസ് മസൂലിപട്ടണത്ത് 1605 അവര് ഫസ്റ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. 1602 ഇവർ എത്തുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ മൂന്നാമത് വരുന്ന യൂറോപ്യൻ പവർ ആണ് ബ്രിട്ടീഷേഴ്സ്. മൂന്നാമതെത്തുന്ന ബ്രിട്ടീഷേഴ്സ് 1600 അവര് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1608 ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കോർട്ടിൽ എത്തുന്നുണ്ട്. ഓക്കെ, ജഹാംഗീറിന്റെ കോർട്ടിൽ 1608 വില്യം ഹോക്കിൻസ് എത്തുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ട്രേഡ് നടത്താനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ ജഹാംഗീറിനെ അപ്പീസ് ചെയ്യാനായിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? വില്യം ഹോക്കിൻസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഹെക്ടർ എന്ന് പറയുന്ന ഒരു ഷിപ്പിലാണ് വന്നിരുന്നത് കേട്ടോ. ഹെക്ടർ. ബ്രിട്ടീഷേഴ്സ് അവരുടെ ടെമ്പററി ഫാക്ടറി ആദ്യമായിട്ട് 1611 മസൂലിപട്ടണത്ത് ആരംഭിച്ചിരുന്നു. പക്ഷെ അവരുടെ ഫസ്റ്റ് പെർമനന്റ് ഫാക്ടറി 1613 സൂറത്തിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദെൻ തോമസ് റോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനും കൂടി ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്തിരുന്നു. ഈ ജഹാംഗീറിന്റെ കോർട്ട് വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ജഹാംഗീർ ഒരുപാട് പ്രിവിലേജസ് നൽകി. അതായത് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ മുഗൾ എംപയറിൽ ഇത്തരത്തിലുള്ള ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും ട്രേഡ് നടത്താനും ഒക്കെ ഉള്ള റൈറ്റ് തോമസ് റോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹവർ നമുക്കറിയാം ഈ ബ്രിട്ടീഷുകാരാണ് ഇവിടെ ഒരു എംപയർ ഉണ്ടാക്കിയത്. അപ്പൊ ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് അവർക്ക് രണ്ട് തരത്തിലുള്ള ആളുകളെ ഡീൽ ചെയ്യണമായിരുന്നു. അതായത് അവർക്ക് അവരുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള അതർ യൂറോപ്യൻ പവേഴ്സ്, അതായത് ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ഇവരെയൊക്കെ ഒന്ന് ഒതുക്കി സൈഡ് ആക്കണമായിരുന്നു. അത് മാത്രമല്ല ഇവിടുത്തെ ഇന്ത്യൻ റൂളേഴ്സിനെയും കൂടെ അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു? കയ്യിലെടുത്ത് ഇന്ത്യൻ റൂളേഴ്സിനെ അവിടെ നിന്ന് മാറ്റി അവിടെയും ഇവരുടെ ഒരു എംപയർ അല്ലെങ്കിൽ അവിടെയും ഇവരുടെ ഒരു റൂള് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് ശ്രമം ഉണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ഒരു ശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ഡബിൾ ചലഞ്ച് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഓൺ ദി വൺ ഹാൻഡ് അവർക്ക് എന്ത് ചെയ്യണം? യൂറോപ്യൻസിൽ ഒരു ആധിപത്യം നേടണം, ബാക്കിയുള്ളവരെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട്. അതിനുശേഷം അവർക്ക് എന്താണ്? ലോക്കൽ പവർ കൺസോളിഡേഷനും കൂടെ ചെയ്യണം അല്ലെ. അതായത് ഇവിടത്തെ റീജിയണൽ റൂളേഴ്സിന് അല്ലെങ്കിൽ റീജിയണൽ എൻകൗണ്ടേഴ്സ് നടത്തിയിട്ട് ഇവിടെ റീജിയണൽ അധികാരം പിടിച്ചെടുക്കുകയും കൂടെ ആർക്ക് ചെയ്യണമായിരുന്നു? ബ്രിട്ടീഷുകാർക്ക് ചെയ്യണമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ബാറ്റിൽ ഓഫ് സ്വാലിയില് ഇങ്ങനെ ഓരോ പവേഴ്സിനെ തോപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പോർച്ചുഗീസുകാരെ ബാറ്റിൽ ഓഫ് സ്വാലി എന്ന് പറയുന്ന യുദ്ധത്തില് പോർച്ചുഗീസുകാരെ ബ്രിട്ടീഷുകാരെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഡച്ചുകാരുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ബാറ്റിൽ ഓഫ് ചിൻസുര അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബിദര എന്നും ബാറ്റിൽ ഓഫ് ഹൂഗ്ലി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ബാറ്റില് ഡിഫീറ്റ് ചെയ്തത് ആരെയാണ്? ഡച്ചുകാരെയാണ് ബ്രിട്ടീഷേഴ്സ്. അപ്പൊ ബ്രിട്ടീഷേഴ്സ് ഓരോ പവേഴ്സിനായിട്ട് തോപ്പിക്കുവാണ്. ഓക്കെ, പോർച്ചുഗീസുകാരെ അവര് എങ്ങനെയാണ് തോപ്പിച്ചത്? ബാറ്റിൽ ഓഫ് സ്വാലിയിലാണ്. ഡച്ചുകാരെ തോപ്പിച്ചതാണെങ്കിൽ ബാറ്റിൽ ഓഫ് ചിൻസുര അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ബിദേര, ബാറ്റിൽ ഓഫ് ഹൂഗ്ലി എന്നും അറിയപ്പെടുന്നു. ഹവർ ഇവർക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് നേരിട്ടത് ഫ്രഞ്ചുകാരുടെ ഭാഗത്തു നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രഞ്ചുകാരെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം അവർക്ക് എടുത്തിരുന്നു. ഫ്രഞ്ചുകാരെ അവർ ഡിഫീറ്റ് ചെയ്തത് കർണാട്ടിക് വാർസിലാണ് കേട്ടോ. കർണാട്ടിക് വാർസ്. അപ്പൊ ഈ കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 ഡിഫറെന്റ് ടൈംസിൽ നടന്നതാണ്. 3 കർണാട്ടിക് വാർസ് സംഭവിക്കുന്നുണ്ട്. ഈ കർണാട്ടിക് വാർസ് വഴി ഫ്രഞ്ചുകാരെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ നിന്ന് പറപ്പിക്കുവാണ്. ഓക്കെ, ഫ്രഞ്ചുകാരെയും അവര് ഒഴിവാക്കുന്നുണ്ട്. അങ്ങനെ ഈ കർണാട്ടിക് വാർസിന് ശേഷം ഇവിടെ ഇവർക്ക് ഒരു എനിമീസും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്. സോ ഫസ്റ്റ് കർണാട്ടിക് വാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1744 മുതൽ 1748 വരെയാണ് നടന്നത്. ഇത് ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ എന്ന് പറയുന്ന ഈ ട്രീറ്റിയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ട്രീറ്റി ഓഫ് എക്സില ചാപ്പൽ, ഈ ഒരു ട്രീറ്റി വഴിയാണ് നമ്മുടെ ഫസ്റ്റ് കർണാട്ടിക് വാർ എന്ത് ചെയ്തത് കേട്ടോ. സെക്കൻഡ് കർണാട്ടിക് വാർ നോക്കുവാണെങ്കിൽ 1749 മുതൽ 1754 വരെയാണ് നടന്നത്. ഇതില് ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി എന്ന് പറയുന്ന ട്രീറ്റി സൈൻ ചെയ്തത് വഴി സെക്കൻഡ് കർണാട്ടിക് വാർ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, സെക്കൻഡ് കർണാട്ടിക് വാറിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാർ, ഒരു ബാറ്റിൽ നടന്നിരുന്നു. ആ ബാറ്റിലിന്റെ പേരാണ് ബാറ്റിൽ ഓഫ് അംബൂർ. ഈ ബാറ്റിൽ ഓഫ് അംബൂർ നടന്നത് സെക്കൻഡ് കർണാട്ടിക് വാറിലാണ്. ഇനി നമ്മൾ ഫസ്റ്റ് കർണാട്ടിക് വാർ നോക്കുകയാണെങ്കിൽ ബാറ്റിൽ ഓഫ് സെൻതോം, ഇത് നടന്നത് നമ്മുടെ ഫസ്റ്റ് കർണാട്ടിക് വാറിലാണ്, ബാറ്റിൽ ഓഫ് സെൻതോം. സെക്കൻഡ് കർണാട്ടിക് വാറിൽ ബാറ്റിൽ ഓഫ് അംബൂർ. അപ്പോൾ ട്രീറ്റി ഓഫ് ഏക്സില ചാപ്പൽ വഴി എൻഡ് ചെയ്ത വാർ ഏതാണ്? ഫസ്റ്റ് കർണാട്ടിക് വാർ ആണ്. ട്രീറ്റി ഓഫ് അതുപോലെ തന്നെ പോണ്ടിച്ചേരി, ട്രീറ്റി ഓഫ് പോണ്ടിച്ചേരി വഴി എൻഡ് ചെയ്ത വാറാണ് സെക്കൻഡ് കർണാട്ടിക് വാർ. ഇനി തേർഡ് കർണാട്ടിക് വാർ നോക്കുകയാണെങ്കിൽ തേർഡ് കർണാട്ടിക് വാർ ഈസ് ഫേമസ് ഫോർ ബാറ്റിൽ ഓഫ് വാൻഡിവാഷ്. ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് വഴി 1760 ഫ്രഞ്ച് പവറിനെ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിഫീറ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ ബാറ്റിൽ ഓഫ് വാൻഡിവാഷിന് ശേഷം ദർ ഇസ് നോ എനിമി ഫോർ ദ ബ്രിട്ടീഷേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഈ ഫ്രഞ്ച് ആൾക്കാരെ ഡിഫീറ്റ് ചെയ്തു, പോണ്ടിച്ചേരി ക്യാപ്ചർ ചെയ്തു. ബിക്കോസ് ഫ്രഞ്ചുകാരുടെ ഒരു പ്രധാന പ്രസൻസ് ഏരിയ ആയിരുന്നു എവിടെ? പോണ്ടിച്ചേരി എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു തേർഡ് കർണാട്ടിക് വാർ 1756 മുതൽ 1763 വരെയാണ് നടന്നത്. ഇറ്റ് എൻഡഡ് വിത്ത് ദ ട്രീറ്റി ഓഫ് പാരീസ്. ആൻഡ് ഈ ഒരു യുദ്ധത്തില്, കർണാട്ടിക് വാറില് ബ്രിട്ടീഷ് ഫോഴ്സസിനെ നയിച്ച വ്യക്തിയാണ് ജനറൽ ഐർകൂട്ട്. ജനറൽ ഐർകൂട്ട്. അതുപോലെ ഫ്രഞ്ച് ഫോഴ്സസിനെ നയിച്ച വ്യക്തിയാണ് കൊംതെ ഡി ലാലി. ലാലി എന്ന് ഓർത്താൽ മതി കേട്ടോ, ലാലി. ഇനി നമ്മൾ ഈ ഫ്രഞ്ചുകാരെ കുറിച്ച് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ, ഫ്രഞ്ചുകാര് ഇന്ത്യയില് ഒരു ഫാക്ടറി 1664 അവരുടെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 1667 ഇവരുടെ ഫസ്റ്റ് ഫാക്ടറി എവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നുണ്ട്? സൂററ്റിൽ എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. ഇവരുടെ വലിയ ഒരു ഏരിയ, ഒരു പ്രധാന സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരി ആയിരുന്നു. ഈ പോണ്ടിച്ചേരി ഇവര് ഫൗണ്ട് ചെയ്യുന്നത് 1693 പക്ഷെ ഈ പോണ്ടിച്ചേരി അല്ലെങ്കിൽ ഈ ഏരിയ ഒക്കെ കൂടാതെ വേറെ ഒരുപാട് ഏരിയാസ് അവർക്ക് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മാഹി, അതുപോലെ തന്നെ കാരക്കൽ, കാസിം ബസാർ, ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന പോർച്ചുഗീസുകാരുടെ ഏരിയ ആയിരുന്നു. നമ്മൾ ഡച്ചുകാരുടെ അതുപോലത്തെ പ്രസൻസ് ഉള്ള ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിൻസുര, ബിംലിപട്ടം, ഇതൊക്കെ നമ്മുടെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ അവര് യൂറോപ്യൻ പവേഴ്സിനെ എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്തതെന്നാണ് നമ്മൾ കണ്ടത്. അടുത്തായിട്ട് അവർ ഇന്ത്യൻ പവേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ, ഇന്ത്യൻ ലോക്കൽ റൂളേഴ്സിന്റെ അവിടെയുള്ള റീജിയണൽ ഏരിയാസിന്റെ കൺസോൾട്ടേഷന് ശ്രമിക്കുവാണ്. അങ്ങനെ അവർ ആദ്യമായിട്ട് തെരഞ്ഞെടുത്ത ഏരിയ ആണ് ബംഗാൾ എന്ന് പറയുന്നത്. ബിക്കോസ് ആ സമയത്തെ ബ്രിട്ടീഷേഴ്സിന്റെ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട്, അതായത് ബ്രിട്ടനിലേക്കുള്ള ഇന്ത്യയുടെ എക്സ്പോർട്ടിന്റെ 60% വന്നിരുന്നത് ബംഗാളിൽ നിന്നായിരുന്നു. വിച്ച് മീൻസ് ബംഗാൾ അത്രയും തന്നെ പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. സോ ദേ ചോസ് ബംഗാൾ ഫോർ ദ ഫസ്റ്റ് ടൈം. അവിടെ ബംഗാളിൽ അവർ അവരുടെ അധികാരം നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് 1717 മുഗൾ എംപറർ ആയിരുന്ന ഫറൂഖ് ഷിയാറിന്റെ അടുത്തുനിന്ന് അവർക്കൊരു ഗോൾഡൻ ഫർമാൻ കിട്ടുന്നുണ്ട്. അത് പ്രകാരം അവർക്ക് ഒരുപാട് റൈറ്റ്സ് ബംഗാൾ റീജിയനിൽ കിട്ടുന്നു.
ഓക്കെ. പക്ഷെ ഇവർക്ക് കൊടുത്തിരുന്ന റൈറ്റ്സ് കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരുപാട് റൈറ്റ്സ്, ട്രേഡ് പ്രിവിലേജസ് ഒക്കെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഈ നവാബ് ഓഫ് ബംഗാൾ ഭയങ്കര അദ്ദേഹത്തിന് അതിനോട് താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ ദേഷ്യം വന്നു. അതിന്റെ ഭാഗമായിട്ട് അത് ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിക്കുവാണ് 1757 കേട്ടോ. ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ബംഗാളിലെ നവാബ് എന്ന് പറയുന്നത് സിറാജുദ്ദൗളയായിരുന്നു. സിറാജുദ്ദൗള ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ സമയത്ത്. അപ്പൊ ഇദ്ദേഹം അറൌണ്ട് 146 ബ്രിട്ടീഷ് ആൾക്കാരെ അവരുടെ സെറ്റിൽമെന്റിൽ, അവരുടെ ഫോർട്ടിൽ ചെന്ന് ഈ 146 ആളുകളെ, ബ്രിട്ടീഷ് ആളുകളെ ഒരു ചെറിയ റൂമിലിട്ട് ശ്വാസമൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു ചെറിയ റൂമിലിട്ട് അടച്ചത് പ്രകാരം ഇത്രയും ആളുകള് ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഉണ്ട്. ഓക്കെ. ഇതിനെ നമ്മൾ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നാണ് പറയുന്നത്. അതായത് ഇത്ര ആളുകൾ മരിച്ചു. ഇത് കമ്മിറ്റ് ചെയ്തത് ആരാണ്? സിറാജുദ്ദൗളയാണ് ചെയ്തത്. 146ഓളം ബ്രിട്ടീഷുകാർ അതിൽ മരിച്ചു പോയി എന്നുള്ളതാണ് ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡി. സോ ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡി സംഭവിച്ചത് ബ്രിട്ടീഷുകാരുടെ ഫോർട്ടായിട്ടുള്ള ഫോർട്ട് വില്യം ഇവിടെയാണ് സംഭവിച്ചത് 1757 ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ഭാഗമായിട്ട്. എനിവേ ബാറ്റിൽ ഓഫ് പ്ലാസിയിലെ സിറാജുദ്ദൗള പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ ജയിക്കുകയും ചെയ്തു. അത് ബ്രിട്ടീഷുകാർക്ക് ബംഗാളിൽ ഒരു സുപ്രീമസി കൊടുത്തു. പക്ഷെ അതിനുശേഷവും 1757 ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നു. പക്ഷെ ബാറ്റിൽ ഓഫ് പ്ലാസിക്ക് ശേഷം 1764 ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുവാണ്. ബാറ്റിൽ ഓഫ് ബക്സർ. ഓക്കെ. ഈ ബാറ്റിൽ ഓഫ് ബക്സറില് ആ സമയത്തെ ബംഗാൾ നവാബായിരുന്ന മിർ കാസിമും ആ സമയത്തെ മുഗൾ റൂളർ ആയിരുന്ന ഷാ ആലം ദ സെക്കൻഡും ആ സമയത്തെ അവധില നവാബായിരുന്ന ഷുജാ ഉദ്ദൗളയും ചേർന്ന ഒരു അലയൻസ് ഉണ്ടാക്കുകയാണ്. മറ്റേ സൈഡിൽ ആരാണ്? ബ്രിട്ടീഷേഴ്സ് ആണ്. സോ ഒരു സൈഡില് നമ്മുടെ ബംഗാൾ നവാബായിരുന്ന മിർ കാസിം, ദെൻ അവധില നവാബായിരുന്ന ഷുജാഉദ്ദൗള, ദെൻ മുഗൾ എംപറർ ആയിരുന്ന ഷാ ആലം ദ സെക്കൻഡ്. ഇവര് 3 പേരും ആർക്ക് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുവാണ്? ബ്രിട്ടീഷേഴ്സിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുവാണ് ഇൻ ദ ബാറ്റിൽ ഓഫ് ബക്സർ വിച്ച് ഹാപ്പൻ ഇൻ 1764. സോ ഈ ഒരു സമയത്ത് ഈ ഒരു ബാറ്റിൽ ആര് പരാജയപ്പെട്ടു? ഓഫ് കോഴ്സ് ദ ഇന്ത്യൻ സൈഡ് പരാജയപ്പെട്ടു, ബ്രിട്ടീഷുകാർ ജയിച്ചു. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ, അതായത് ബാറ്റിൽ ഓഫ് ബക്സർ കഴിഞ്ഞപ്പോൾ എഗെയിൻ ബ്രിട്ടീഷുകാർക്ക് എന്താണ് ഇവിടെ ഒരു സുപ്രീമസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചു. വീണ്ടും അവരുടെ ഒരു പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ഓക്കെ. സോ ഷാ ആലം ദ സെക്കൻഡ്, ഷുജാ ഉദ്ദൗള ഇവരെല്ലാവരും കൂടെ ചേർന്ന് 1765 ട്രീറ്റി ഓഫ് അലഹബാദ് സൈൻ ചെയ്യുവാണ്. ട്രീറ്റി ഓഫ് അലഹബാദ്. സോ ട്രീറ്റി ഓഫ് അലഹബാദ് ഏത് ബാറ്റിലിന് ശേഷമാണ് സൈൻ ചെയ്യുന്നത്? ബാറ്റിൽ ഓഫ് ബക്സർ ആണ് 1765. സോ ഈ ബാറ്റിൽ ഓഫ് നമ്മുടെ ബക്സറിന് ശേഷം ഇതില് ഈ സൈൻ ചെയ്ത ട്രീറ്റി ഓഫ് അലഹബാദ് പ്രകാരം ഒരുപാട് കൺസെഷൻസ്, ഒരുപാട് റൈറ്റ്സ് ഒക്കെ ബ്രിട്ടീഷേഴ്സിന് ഇവര് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ യുദ്ധങ്ങൾ വഴി ഇവരൊരു സൈഡിൽ കൂടെ ബ്രിട്ടീഷേഴ്സ് റീജിയണൽ റൂളേഴ്സിനെ റീജിയണൽ ഏരിയാസ് അനക്സ് ചെയ്യാൻ നോക്കി. അത് കൂടാതെ പല പല പോളിസീസ് വഴി അനക്സ് ചെയ്യാൻ നോക്കി. അതിലുള്ള ഒരു പോളിസിയാണ് സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കൽ ഏരിയയില് ഒരു ലോക്കൽ റൂളർ ബ്രിട്ടീഷ് ഫോഴ്സസിന്റെ, ബ്രിട്ടീഷ് ട്രൂപ്പിന്റെ പെർമനന്റ് സ്റ്റേഷനിങ് ഇവിടെ അനുവദിക്കണം. അതായത് ഈ ലോക്കൽ റൂളർ അദ്ദേഹത്തിന്റെ ആ ഒരു ഏരിയയില് എന്ത് ചെയ്യണം? ബ്രിട്ടീഷ് ഫോഴ്സസിന്, ബ്രിട്ടീഷ് ട്രൂപ്പിനെ സ്ഥിരമായിട്ട് അവിടെ താമസിപ്പിക്കണം. ആൻഡ് അവരുടെ ചെലവിനുള്ള പൈസയും കൂടെ ആര് കൊടുക്കണം? ഈ ഒരു ലോക്കൽ റൂളർ കൊടുക്കണം. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള ഇങ്ങനെ സബ്സിഡറി അലയൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം വഴി ഈ ലോക്കൽ റൂളേഴ്സില്, ലോക്കൽ ഏരിയാസിൽ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ബ്രിട്ടീഷേഴ്സ് ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ലോക്കൽ ഏരിയാസിനെ അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് അനക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന വേറെ പോളിസിയാണ് സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് വെല്ലസ്ലി. ലോർഡ് വെല്ലസ്ലി.
ഓക്കെ. അപ്പൊ അങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റ്സിനെ ഈ സബ്സിഡറി അലയൻസ് വഴി അനക്സ് ചെയ്തു, അതായത് ഈ ബ്രിട്ടീഷ് ട്രൂപ്സിനെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെലവുകളെല്ലാം ഇവര് നോക്കിക്കൊള്ളണം, ഈ ലോക്കൽ റൂളർ നോക്കിക്കൊള്ളണം. അങ്ങനെ ഇവരുടെ ഇന്റേണൽ മാറ്റേഴ്സിലും കൂടെ ഇടപെട്ട് തുടങ്ങി, ഈ പറയുന്ന ബ്രിട്ടീഷേഴ്സ് ഇടപെട്ട് തുടങ്ങി. ആ സബ്സിഡറി അലയൻസ് പോളിസി പ്രകാരം ഒരുപാട് സ്റ്റേറ്റ്സിനെ ബ്രിട്ടീഷേഴ്സ് അനക്സ് ചെയ്തു. 1798 ഹൈദരാബാദ്, 1799 മൈസൂർ, 99 തന്നെ തഞ്ചാവൂർ, 1801 അവധ് ആൻഡ് 1802 പെഷവാർ. സോ ഇങ്ങനെയൊക്കെയാണ് യൂറോപ്യൻസ് അവരുടെ ആദ്യ കാലങ്ങളില് എന്താണ് ഇന്ത്യയിൽ അധികാരം, യൂറോപ്യൻസ് എന്നല്ല, നമ്മൾ ബ്രിട്ടീഷേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബ്രിട്ടീഷേഴ്സ് എങ്ങനെയൊക്കെയാണ് അവരുടെ അധികാരം ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത് എന്നുള്ള കാര്യം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ ബൈ.